ശ്യാമിനൊരിക്കലും ടെസ്സിയെ അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം അവൾ അവൻ്റെ അടുത്ത കൂട്ടുകാരി മാത്രമാണ്. പക്ഷേ ഈ ടെസ്സക്കാവട്ടെ ശ്യാമിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഏതെങ്കിലും ഒരു ഇമോഷണൽ സീനിലൂടെ അവൾക്ക് തന്നെ അത് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ നടക്കുമോ? പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ട് എന്ത് കാര്യം? എനിക്കങ്ങനെ അനുഭവങ്ങളൊന്നുമില്ലല്ലോ. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഈസ് എ പ്രോബ്ലം, എസ്പെഷ്യലി ഫോർ എ റൈറ്റർ. അല്ലെങ്കിൽ എന്തൊരു പെണ്ണ് പ്രപ്പോസ് ചെയ്തൂടെ? ഇഷ്ടപ്പെട്ട ഒരാളോട് ഇഷ്ടം തുറന്നു പറയുന്നല്ലേ? ഒന്നും മുൻവിധിയോടെ കാണരുത്. അതൊരിക്കലും എന്നെപ്പോലൊരു യുവ എഴുത്തുകാരന് ചേർന്നതല്ല. ഇവിടത്തെ റെന്റ് ഇവിടെ 10,000. ഏകാന്തത കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? അങ്ങനെയും പറയാം. വീട്ടിലിരുന്ന് എഴുതാനൊന്നും പറ്റില്ലാന്ന്. എന്നിട്ട് എന്തായി? ക്ലൈമാക്സ് കിട്ടിയോ? ഒന്നും അങ്ങോട്ട് ആയില്ലാന്ന്. 2-3 ദിവസമായിട്ട് ആകെ മൊത്തം ബ്ലോക്കാ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ വിചാരിച്ചു നമ്മളെയൊക്കെ മറന്നിട്ടുണ്ടാവുന്നു. മറക്കുന്നതൊക്കെ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളല്ലല്ലോ. ഇത് ഇന്നലെ കൂടി ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. യുവ തിരക്കഥാകൃത്ത് അഞ്ജലി സത്യൻ മലയാള സിനിമയിലെ ടോക്സിക് മസ്കുലാനിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു. റൈറ്റർ അഞ്ജലി സത്യൻ ക്വസ്റ്റ്യൻസ് ആബ്സെൻസ് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇൻ മലയാളം സിനിമ. വാർത്തകളിലും ഓൺലൈൻ ആർട്ടിക്കിളിലൊക്കെ നീ നിറഞ്ഞു നിൽക്കുകയല്ലേ? എല്ലാം ഒരു ഭാഗ്യമല്ലേ. ഇത്രയൊന്നും എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല, ഞാൻ അയച്ച സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. മുഴുവൻ വായിച്ചില്ല. എൻ്റെ അഭിപ്രായം വന്ന് പറഞ്ഞിട്ട് ബാക്കി വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും വർക്കായില്ല അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കായില്ല. എടാ, നിൻ്റെ ഈ ഇൻസ്പിറേഷൻ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് എഴുതിയാൽ തന്നെ സ്ക്രിപ്റ്റ് ശരിയാവും. അതിനിതിൽ ഇൻസ്പിറേഷൻ ഇല്ലല്ലോ. എൻ്റെ എഴുത്തത്ര മോശമാണോ? എഴുത്തിൻ്റെ കാര്യം ഞാൻ പറയാം. എടാ, ഈ സയൻസ് ഫിക്ഷൻ പരിപാടിയൊന്നും നമ്മുടെ മെയിൻ സ്ട്രീം ഓഡിയൻസിന് ദഹിക്കില്ല. പിന്നെ അത് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ അത് വളരെ ചെറിയ ശതമാനം ആൾക്കാരായിരിക്കും. ശതമാന കണക്കൊക്കെ നീ വിട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടത് പറ്റൂല. നീ അതിലെ കോൺസെപ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ, അതിൻ്റെ ക്യാരക്ടർ ആർക്ക് എങ്ങനെയുണ്ടെന്ന് പറ, അതിലെ ട്വിസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. എന്താണത് ഇതിൻ്റെ കൺസെപ്റ്റ്? പറ. തൻ്റെ മരണം ഫേക്ക് ചെയ്ത് ഇൻവിസിബിളായി സ്വന്തം എക്സ് കാമുകയെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ടോക്സിക് ആയ ഒരു കാമുകൻ. എന്തേ കൊള്ളൂലേ? ടൈറ്റിൽ എന്താ? കാണാമറിയത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ അടുത്ത് ഞാൻ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞേ? ഈ ഇൻസ്പിറേഷൻ പരിപാടി നിർത്താനല്ലേ? അവൻ്റെ ഒരു കാണാമറയത്ത്. എടാ, അതിങ്ങനെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ വേറെ സിനിമയായിട്ട് മാച്ച് ചെയ്ത് ഫീൽ ചെയ്യും. പക്ഷെ കാണും മനസ്സിലാവും അത് വേറെ ഇത് വേറെ എന്ന്. ഒരു ബന്ധവും തോന്നാതിരിക്കാനാണല്ലോ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. അതും അപാരമായൊരു ട്വിസ്റ്റ്. ഏലിയൻസ് വന്ന് മെയിൻ വില്ലനെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതും ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ റാൻഡം ആയിട്ടൊരു ദിവസം കേരളത്തിലൊരു UFO പ്രത്യക്ഷപ്പെടുന്നു. അല്ല, ഏത് ബീച്ചിലായിരുന്നത്? 97. അതന്നെ. ഹൗ ലെയിം ഈസ് ദാറ്റ്? പിന്നെ ട്വിസ്റ്റ് വേണ്ടേ? ഇപ്പം ജീത്തു ജോസഫിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ, ലാലേട്ടൻ്റെ ഒരു ഫാമിലി സിനിമ പ്രതീക്ഷിച്ചു പോയൊരു നോർമൽ ഓഡിയൻസ്, അവർക്കൊരു നല്ലൊരു ട്വിസ്റ്റ് ഫൈനൽ കൊടുത്ത സമയത്ത് സിനിമ വൻ വിജയമായില്ലേ? നിന്റെ ട്വിസ്റ്റ് ഫോഴ്സ്ഡ് ആണ് ആനന്ദ്. അതിനെ ദൃശ്യമായിട്ടൊക്കെ കമ്പയർ ചെയ്യല്ലേ? എല്ലാം നമ്മൾ സ്പൂൺ ഫീഡൊന്നും ചെയ്യരുത്. ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ ഷോർട്ട് ഫിലിം ജോണിക്കുട്ടി നീ കണ്ടില്ലായിരുന്നോ? അത് കണ്ടിട്ട് ഒരുപാട് പേരെന്നെ പൊങ്കാലിട്ടു. റീസൺ എന്താ? ഞാൻ സ്പൂൺ ഫീഡ് ചെയ്തില്ല.
പട്ടിയെ 19 20 അത് സ്പൂൺ ഫീഡ് ഇല്ലാത്തോണ്ടൊന്നല്ല, കണ്ടവർക്ക് പൊങ്കാലിടാൻ തോന്നിയിട്ട് തന്നെയാവും. അപ്പൊ എന്റെ കിട്ടാത്ത മുന്തിരി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമോ? അത് റൊമാൻറ്റിക് അല്ലായിരുന്നോ? ശാലോമോൻ്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂത്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. എടാ, നിന്നോട് ഞാൻ പറഞ്ഞു മടുത്തു. നിന്റെ ഈ സ്ക്രിപ്റ്റ് സിനിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇറങ്ങുന്ന ദിവസം തന്നെ ഓൺലൈൻ റിവ്യൂവേഴ്സ് ഏലിയനായിട്ട് വന്ന് നിന്നെ പൊങ്കാലിട്ടിട്ട് പോവും. വേൾഡ് ബിൽഡിംഗ് എങ്ങനെയുണ്ട്? നമ്മുടെ സിജു ഇല്ലുണ്ട്, സിജോ കോളേജ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വരും. ഏത് സിജോ? മറ്റേ ഷാറുഖ് ഖാൻ്റെ ജവാന് നാഷണൽ അവാർഡ് കിട്ടിയതിന് ജൂറിയെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലേ? എൻ്റെ പൊന്നാനന്ദേ, നീ ആദ്യം പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിന്റെ കിട്ടാത്ത മുന്തിരിയും ജോണിക്കുട്ടിയും പോലെ അല്ല സിനിമ. അതെല്ലാം വിട്, നമുക്കതൊക്കെ ശരിയാക്കാം. നീ വില്ലനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, അതൊക്കെ അല്ലേ? ഐ മീൻ ദ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. നീ വില്ലനിട്ട പേരെന്തായാലും കൊള്ളാം, കണ്ണൻ നായർ. കുറച്ചുകൂടി ടെററാക്കായിരുന്നു. എടാ, അത് ഐറോണിക്കലാണ്. അതിലൂടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്ത് സ്റ്റേറ്റ്മെന്റ്? ഹീസ് ദ ഡെവിൾ ഇൻ ഡിസ്ഗൈസ്. തിന്മക്ക് ഏത് പേര് വേണമെങ്കിലും സ്വീകരിക്കാം. എടാ, നിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് ആർക്കും പറ്റുമെന്നും തോന്നുന്നില്ല. പറയുന്നതല്ലാണ്ട് നിനക്കൊന്നും കേട്ട് ശീലമില്ലല്ലോ. നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ള മെയിൻ റീസൺ പോലും അതല്ലേ. ഇപ്പോഴും നീ ഓഡിയൻസിനെ ജഡ്ജ് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു ഫിലിം മേക്കറാണ് ഓഡിയൻസിന്റെ നിലവാരം കൂട്ടുന്നത്. എടാ, അതെനിക്കറിയാം. ബട്ട് ട്രൈ സംതിങ് ഒറിജിനൽ. എന്നാലേ ഇനി രക്ഷയുള്ളൂ. നീ എന്നെ വിളിച്ച് സ്ക്രിപ്റ്റ് വായിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഐ തോട്ട് യു റോട്ട് സംതിങ് ഒറിജിനൽ. പക്ഷെ ഇത്തവണ ഞാൻ ശരിക്കും ട്രൈ ചെയ്ത അഞ്ജലി. സ്ക്രിപ്റ്റ് ഫൈനൽ റിവിഷൻ കഴിഞ്ഞ് ഞാൻ ആദ്യം വായിക്കാൻ തരുന്ന നിനക്കാ. നീ എന്നെക്കാളും സക്സസ് ആയ ഒരു റൈറ്റർ ആയതുകൊണ്ട് മാത്രമല്ല, ബിക്കോസ് ഐ ട്രസ്റ്റ് യു. കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നുള്ളൂ, സിനിമ ചെയ്യുക. നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ, ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദം. എടാ, നീ നല്ലൊരു സിനിമ ചെയ്ത് സക്സസ് ആവുന്ന കാണാനല്ലേ എനിക്കും ആഗ്രഹം. അതുകൊണ്ടല്ലേ ഞാനീ പറയുന്നേ. അല്ലാതെ നിന്റെ ഈ സ്ക്രിപ്റ്റിനെ തരം താഴ്ത്തി പറഞ്ഞൊന്നുമല്ല. ക്യൂമീഡിയ നിന്നെപ്പറ്റി പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചു. യങ്ങസ്റ്റ് സ്ക്രീൻ റൈറ്റേഴ്സ് ഓഫ് ദിസ് എറ. ഞാൻ ആദ്യമായി എഴുതിയ തിര പോലെ എന്ന സ്ക്രിപ്റ്റാണ് ഒരു സിനിമാ മോഹിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വിജയത്തിൻ്റെ പടി. പക്ഷെ നമ്മൾ കോളേജിൽ വെച്ച് എഴുതിയ പ്രേമമന്ത്രം നീ മെൻഷൻ ചെയ്ത പോലുമില്ല. നിനക്ക് നാണക്കേടാണോ അത് പറയാൻ? എടാ, അതങ്ങനെയൊന്നും അല്ല. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് സമയം എന്തൊക്കെ ചിന്തിച്ചിരുന്നു. ലൈക്ക് എൻ്റെ ലെഗസി എന്തായിരിക്കും? ആളുകളെന്നെ ഓർത്തിരിക്കാൻ പാകത്തിന് ഒന്നും തന്നെ എനിക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. നാളെ ആരോലും അറിയപ്പെടാതെ ഞാൻ മരിച്ചു പോവോ? എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പം നിനക്ക് മാത്രമേ പറ്റുള്ളൂ അഞ്ജലി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല റൈറ്റർ നീയാ, പണ്ടും ഇപ്പോഴും. ഏലിയൻ ട്വിസ്റ്റ് മാറ്റണം. ഓക്കെ, മാറ്റാം. പിന്നെ നിന്റെ ഈ ഹോളിവുഡ് POV ഉണ്ടല്ലോ, അത് വേണ്ട. ഈ ഇൻവിസിബിൾ വില്ലൻ ആരും കാണാത്ത ഐറ്റമൊന്നുമല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ഹോളിവുഡ് POVയിൽ സിനിമ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർനാഷണൽ സിനിമകളും കണ്ടിട്ടുണ്ട്. മേ ബി അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഇറ്റ് ഹാപ്പൻസ്.
അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനിൽ പൊതിഞ്ഞു, ശീതൽ പ്രാണനിൽ മെഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. പിന്നോട്ടു നോക്കാതെ Holy shit! Do you feel lucky, punk? അക്രമം ഒന്നിനൊരു പരിഹാരമല്ല, ഒന്നിനും. 44 Magnum, the most powerful handgun in the world. ഓക്കെ, ഏലിയൻ ടെസ്റ്റിന് പകരം നമുക്ക് വേറൊരു പരിപാടി പിടിക്കാം. നമ്മുടെ നായകൻ ഒരു സീക്രട്ട് ഏജൻ്റാണ്. അപ്പൊ കാറ് വേണ്ടേ? ഓ, ആ ഏജൻ്റ് അല്ല, പുള്ളി ഒരു അണ്ടർ കവർ ഏജൻ്റാണ്. പുള്ളി അണ്ടർ കവർ ഏജൻ്റാണ് എന്നത് സിനിമയുടെ എൻഡിൽ മാത്രമേ നമ്മൾ റിവീൽ ചെയ്യുള്ളൂ. അതുവരെ പുള്ളി ഒരു ടോക്സിക് കാമുകം മാത്രമായിരിക്കും. എൻ്റെ പൊന്നുമോനെ വേണ്ട. മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏജന്റ്മാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല, ഇതൊരു ഓൾഡ് സ്കൂൾ ട്വിസ്റ്റാണ്. 90s വർക്കായനെ. അല്ലെങ്കിൽ ഇവ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു എക്സ് കാമുകിയല്ല, ഇവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ഒരു സൈക്കോപാത്തിനെയാണ്. ഏത് സൈക്കോകളെ തട്ടി നടക്കാൻ പറ്റാത്ത ഈ ഇൻഡസ്ട്രിയിലേക്കാ? ഇതൊന്നും ശരിയാവില്ല. സമ്മതിച്ച് എനിക്ക് ഒരു കഴിവില്ല. പണ്ട് കോളേജ് ലൈബ്രറിയിൽ വെച്ച് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്ത് ഓർമ്മയുണ്ടോ നിനക്ക്? പിന്നെ ഓർമ്മയില്ലാതെ? പ്രേമമന്ത്രത്തിന്റെ ക്ലൈമാക്സ് നമുക്ക് അവിടെ വെച്ചല്ലേ കിട്ടിയേ? അല്ല, ഇപ്പം എന്താ അത് ചോദിക്കാൻ? എങ്ങനെ നമുക്ക് ഐഡിയ കിട്ടിയത്? അത് നമ്മൾ കഥാപാത്രങ്ങളുടെ മോട്ടീവ് ഫ്ലിപ്പ് ചെയ്ത് പിന്നെ അത് കഥയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ നമുക്ക് കിട്ടി. യെസ്. എന്തേ, വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് കിട്ടിയോ? കിട്ടി. സത്യത്തിൽ ഈ വില്ലൻ റിയാലിറ്റിയിൽ ജീവിച്ചിരിപ്പില്ല. മനസ്സിലായില്ല. കാമുകിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണല്ലോ കഥ മുന്നോട്ട് പോകുന്നത്. ടോക്സിക് കാമുകൻ ഇവളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ഓഡിയൻസിനെ വിശ്വസിപ്പിക്കും. പക്ഷെ സത്യത്തിൽ അങ്ങനെ അവിടെ ഒരു കാമുകൻ ഇല്ല. എല്ലാം അവളുടെ ഒരു തോന്നൽ മാത്രമാണ്. ദാറ്റ്സ് ബെറ്റർ. നീ സീൻ 45 എടുത്തേ. എന്തിനാ? എന്നൊക്കെ വായിക്കേ. നമ്മളിപ്പോൾ അത് ആക്ട് ചെയ്യാൻ പോവാ. ഓക്കെ, ഡയലോഗ് പോർഷൻ മാത്രം വായിച്ചാൽ പോരെ? മതി. നീ ടെസ, ഞാൻ നിന്റെ ഫ്രണ്ട് ജസ്റ്റിൻ. ഈ സീനിലാണ് ടെസ എല്ലാ കാര്യങ്ങളും ജസ്റ്റിനോട് തുറന്നു പറയുന്നത്. വായിക്കേ. അവൻ എൻ്റെ പിറകെ തന്നെ ഉണ്ട്. എൻ്റെ മരണമല്ലാതെ മറ്റൊന്നും അവനെ തടയില്ല. നീ ആരുടെ കാര്യം പറയുന്നേ? അവൻ തന്നെ, കണ്ണൻ. ഈ പേര് മാറ്റാൻ വല്ല വഴിയുണ്ടോ? പേരൊക്കെ മാറ്റാം, നീ ഇടയ്ക്കിരി പറയല്ലേ. പറ. അവൻ പോയതല്ലേ, നിനക്കത് അറിയാവുന്നതല്ലേ? അവൻ എവിടെയും പോയിട്ടില്ല. അവൻ എല്ലാരെയും പറ്റിക്കുകയാണ്, എന്നെയും നിന്നെയും എല്ലാരെയും. എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇരുട്ടിൽ അവൻ മറിഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ തന്നെയാണ് ഇരുട്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, ഈ ഡയലോഗ് ഞാൻ എവിടെയോ വായിക്കഞ്ചലി. ടെസ ജസ്റ്റിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. നീ എൻ്റെ കൂടെ ഉണ്ടാവോ? പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഈ ഡയലോഗ് ഈ സ്ക്രിപ്റ്റിലില്ലല്ലോ. അത് ഞാൻ കഴിഞ്ഞിട്ടതാ. അപ്പൊ സീൻ കഴിഞ്ഞോ? ഇത് മതി. ഇനി ഏലിയൻ പ്രശ്നം. ഓക്കെ. അപ്പോ ടെസ്സയുടെ തോന്നലാണ് ഇതെല്ലാം എന്ന് എങ്ങനെ കൺവേ ആക്കും? കണ്ണൻ അല്ലേ വേണ്ട. അവളുടെ കാമുകൻ മരണം ഫേക്ക് ചെയ്തതല്ല, അവൻ ശരിക്കും ആക്സിഡന്റ് മരിച്ചു തന്നെയാണ്. അതവൾ തിരിച്ചറിയുന്നു. അതിലൂടെ ആ ട്വിസ്റ്റ് കൺവേ ആവുന്നു. എങ്ങനെ? ഇത് നന്നായിട്ടുണ്ട്. ആദ്യത്തെക്കാളും കൊള്ളാം. അപ്പൊ ട്വിസ്റ്റ് കഴിഞ്ഞു. കിട്ടി. വീണ്ടും കോളേജ് ലൈബ്രറിയിലെത്തിയ അതേ ഫീൽ. താങ്ക്സ് അഞ്ജലി. എന്തിനാ ഇപ്പൊ താങ്ക്സ് ഒക്കെ? ഫോർ എവറിത്തിങ്. അതെങ്ങനെയാ? അല്ലെങ്കിലും ഐശ്വര്യമുള്ളവർ വരണം ട്വിസ്റ്റ് കിട്ടണമെങ്കിൽ. നമുക്ക് മറ്റൊരു സിദ്ദിഖിലായിക്കൂടെ? ആനന്ദഞ്ചേരി, എന്താ അഭിപ്രായം? നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും? നല്ല ഐഡിയ ഉണ്ടോ? അതിപ്പോ നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ വന്ദനത്തിലെ പോലെ ഒരു സാഡ് എൻഡിങ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ